കൊച്ചിയിൽ ഓട്ടോയിൽ കടത്തിയ 2 കോടി രൂപ പിടികൂടി. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപമാണ് സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളി കസ്റ്റഡിയിൽ. നഗരത്തിലെ വ്യാപാരി കൊടുത്തുവിട്ടതെന്ന് മൊഴി. അമലുണ്ടെന്നാണ് കരുതുന്നത്. കൊച്ചിയിൽ ഓട്ടോയിൽ കടത്തിയ 2 കോടി രൂപയാണ് പിടികൂടിയത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപമാണ് സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നഗരത്തിലെ വ്യാപാരി കൊടുത്തുവിട്ടതെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള മൊഴി. ഓട്ടോയിൽ കടത്തിക്കൊണ്ടുവരുന്ന വഴിയാണ് ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും 2 കോടി രൂപ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപമായിരുന്നു സംഭവം നടന്നത്. നഗരത്തിലെ ഒരു വ്യാപാരി കൊടുത്തുവിട്ട തുകയാണ് തന്റെ കൈവശം ഉണ്ടായിരുന്നതെന്നാണ് പോലീസിന് ഈ ഇതര സംസ്ഥാന തൊഴിലാളി നൽകിയ മൊഴിയെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അമലുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഇപ്പോൾ നഗരത്തിലെ ഒരു വ്യാപാരി കൊടുത്തുവിട്ട തുകയാണെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ോടുകൂടിയാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ വെച്ച് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ സമീപത്തുള്ള മരൈറ്റൈം യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്ത് നിന്നും 2 കോടിയോളം രൂപ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഓട്ടോറിക്ഷയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ പണം പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയിട്ടത് കാണുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 2 കോടി രൂപ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ്നാട് സ്വദേശി ഒപ്പം തന്നെ ബീഹാർ സ്വദേശിയെയും പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ രാജഗോപാൽ ഒപ്പം തന്നെ ഒരു ബീഹാർ സ്വദേശിയുമാണ് പിടിയിലായിരിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും ഒക്കെ നടത്തി. ഞങ്ങൾ വ്യക്തമായൊരു മറുപടി നൽകാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ പണം എവിടെ നിന്ന് ലഭിച്ചു, ഈ പണവുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു മറുപടി നൽകുവാൻ വേണ്ടി ഇരുവർക്കും സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു തമിഴ്നാട് സ്വദേശി പറയുന്നത് താൻ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ മാത്രമാണ്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. തന്റെ കൂടെയുള്ള അതായത് ഈ ബീഹാർ സ്വദേശിയുടെ കയ്യിലാണ് ഈ പണം ഉണ്ടായത്. അതിനാൽ തന്നെ തനിക്ക് ഒരു തരത്തിലുള്ള വിവരവും ഇതുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്നാണ് തമിഴ്നാട് സ്വദേശിയായ രാജഗോപാൽ പറയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പണം എണ്ണിത്തിട്ടപ്പെടുത്തുവാനുള്ള നീക്കത്തിലേക്കാണ് നിലവിൽ ഹാർബർ പോലീസ് പോയിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വ്യക്തമാണ് അമൽ. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ നിന്നും 2 കോടി രൂപ കണ്ടെത്തി. ഓട്ടോ ഡ്രൈവറായ ഒരു തമിഴ്നാട് സ്വദേശിയും ബീഹാർ സ്വദേശിയും പോലീസ് കസ്റ്റഡിയിലാണ്. നഗരത്തിലെ ഒരു വ്യാപാരി കൊടുത്തുവിട്ട തുകയെന്നാണ് പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന്റെ ചെലവ് മെയ് 1 മുതൽ കൂടുമെന്ന് റിസർവ് ബാങ്ക്. ഓരോ മാസവുമുള്ള സൗജന്യ ഇടപാട് പരിധി കടക്കുന്നവർക്കാണ് കൂടുതൽ പണം നൽകേണ്ടി വരിക. ഈ സൗജന്യ ഇടപാടുകൾക്ക് ശേഷം വരുന്ന ഓരോ ഉപയോഗത്തിനും 23 രൂപ വീതം ഈടാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്വാതി സന്തോഷുണ്ട് വിശദാംശങ്ങളുമായി. സ്വാതി, ഇപ്പോൾ സാധാരണക്കാർക്ക് വീണ്ടും ഒരു തിരിച്ചടിയായിരിക്കുകയാണ് ഈ ഒരു പുതിയ നിർദ്ദേശം. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? മുതൽ ഈ റിസർവ് ബാങ്ക് ATM ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. മെയ് 1 മുതൽ ഇത് 23 രൂപയായി വർദ്ധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ മാസവുമുള്ള സൗജന്യ ഇടപാട് പരിധി കടക്കുന്നവർക്കാണ് ഇത്തരത്തിൽ കൂടുതൽ പണം നൽകേണ്ടി വരിക. നിലവിൽ ഇത് മെട്രോ നഗരങ്ങളിലും മറ്റ് ബാങ്ക് ATMകളിൽ 3 സൗജന്യ ഇടപാടുകൾ മാത്രം അനുവദിക്കുന്നുണ്ട്. എന്നാൽ മെട്രോ ഇതര പ്രദേശങ്ങളിൽ 5 സൗജന്യ ഇടപാടുകളാണ് ഇതുവരെയും അനുവദിക്കുന്നത്. ഈ സൗജന്യ ഇടപാടുകൾക്ക് ശേഷം വരുന്ന ഓരോ ഉപയോഗത്തിലും 23 രൂപ വീതം ഈടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ അനുമതിയിലടക്കം പറയുന്നത്. നിലവിൽ ഇത് 21 രൂപയാണ്. ATM ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയതാണ് ചെലവ് വർദ്ധിപ്പിക്കാൻ കാരണമായത് എന്നും റിസർവ് ബാങ്ക് അനുമതി നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വ്യക്തമാണ് സ്വാതി. ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന്റെ ചെലവ് മെയ് 1 മുതൽ കൂടുമെന്ന റിസർവ് ബാങ്ക്. സൗജന്യ നിരക്ക് സൗജന്യമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന 3, 5 എന്ന കണക്കുകൾക്ക് ശേഷമുള്ള തുകയാണ്. ഓരോ ഉപയോഗത്തിനുമാണ് 23 രൂപ മുതൽ ഈടാക്കേണ്ടി വരുന്നത്. സൗജന്യ ഇടപാടുകൾക്ക് ശേഷം വരുന്ന ഓരോ ഉപയോഗത്തിനും 23 രൂപ വീതം ഈടാക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ തീരുമാനം. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.